ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ നോർമലി വീഡിയോ ചെയ്യുന്നത് ഈ ഫേസ് ഒന്നും കാണിക്കാണ്ട് സിനിമയുടെ സീരീസിൻ്റെ ക്ലിപ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ എൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രൈക്ക്, അതായത് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ രണ്ടെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ സിനിമയുടെ സീരീസിൻ്റെയൊക്കെ ക്ലിപ്സ് യൂസ് ചെയ്ത് രണ്ട് കോപ്പിറൈറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പണി പാളും, ചാനൽ അങ്ങ് പോകും. അപ്പം റിസ്ക് എടുക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇനിയും തൊട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നൈസായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ട് ഈ ക്യാരക്ടർ അനാലിസിസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ക്ലിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്, അതായത് ആ ഒരു പർട്ടിക്കുലർ സിനിമയുടെ സീരീസിൻ്റെ ക്ലിപ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പം അത് വിടട്ടെ, നമുക്ക് ഇന്നെന്തായാലും സിനിമയുടെ റിവ്യൂ, നമ്മൾ ഇന്ന് പോയി കണ്ട സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഞാൻ തണ്ടർ ബോൾസ് പോയി കണ്ടു, മാർവലിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൊരു സിനിമയാണ്. സംഭവം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി മാർവലിൻ്റെ സൈഡിൽ നിന്നൊരു നല്ല സിനിമ അല്ലെങ്കിൽ ഒരു നല്ല കണ്ടൻറ്റ് കാണാൻ പറ്റി. ആക്ച്വലി ഞാൻ നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ഒരു സിനിമ പോയി കാണുകയുണ്ടായി മാർവലിൻ്റെ സൈഡിൽ നിന്നുള്ള ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്. നമ്മുടെ ഫാൽക്കണെ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ട് റിവ്യൂ ഒക്കെ ചെയ്യണമെന്നും പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പക്ഷേ സിനിമ കണ്ട് തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരാവശ്യമില്ല, ഇതിൻ്റെ റിവ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വെറുതെ എന്തിനാണ് എൻ്റെ തൊണ്ട കളഞ്ഞ് സമയം കളഞ്ഞ് കുറച്ച് പേരോട് ഈ സിനിമയെ പറ്റി പറഞ്ഞ് വെറുതെ സമയം കളയുന്നത് തോന്നി. കാരണം ഒന്നും പറയാനില്ലായിരുന്നു. ഒരു അമ്മാതിരി ഒരു നമ്പ് ഫീലിംഗ് ആയിരുന്നു ആ ഒരു വൃത്തികെട്ട പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ക്ലൈമാക്സ് ഒക്കെ നല്ല പച്ച അപരാധമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് കിട്ടി. ഒന്ന് ശോകമായി. മാർവൽ വീണ്ടും പോയല്ലോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുന്ന ടൈമിലാണ് ഇന്ന് തണ്ടർ ബോൾസ് പോയി കാണുന്നത്. തണ്ടർ ബോൾസ് ഒരു രക്ഷയില്ല, അന്യായ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ ഫാൻസിൻ്റെയും അതുപോലെ തന്നെ കാണാൻ പോകുന്ന ആൾക്കാരുടെയും പൾസ് അറിഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കാണുന്ന മൊമെൻറ്റിൽ നമുക്ക് മനസ്സിലാവും. കാരണം മാർവലിൻ്റെ പ്രീവിയസ്ലി വന്നിട്ടുള്ള പല സിനിമകളുടെയും ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അരച്ച് കലക്കി ഗണിച്ച് ഗുണിച്ചിട്ടാണ് അമ്മ ഈ ഒരു പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഓരോ സീൻസ് ഉണ്ടാക്കി വെച്ചത്, ഓരോ കോമഡി സീക്വൻസസ് ഉണ്ടാക്കി വെച്ചത്, ഈവൻ ക്ലൈമാക്സിലെ പല സീക്വൻസസ് ആണെങ്കിൽ പോലും ഇവർ ഭയങ്കര ഗംഭീരമായിട്ട് പ്രീവിയസ് സിനിമയിലെ ഫെയിലിയേഴ്സ് എടുത്ത് നോക്കി ഇനി അത് ഉണ്ടാവരുത് എന്നുള്ള രീതിക്കാണ് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലെ ചില രംഗങ്ങൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പല ആൾക്കാർക്കും പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. അത് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് നേരെ സിനിമ എന്താണ്, തണ്ടർ ബോൾസ് എന്ന് പറയുന്ന സിനിമ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ട്രെയിലറിനകത്തൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ പ്രീവിയസ്ലി പല സിനിമകളിനകത്തൂടെ സീരീസിനകത്തൂടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് വില്ലൻ ക്യാരക്ടേഴ്സിനെ, അതുപോലെ തന്നെ ആ ഒരു മൂഡിൽ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം നമ്മുടെ എലേന, നമ്മുടെ ബ്ലാക്ക് വിഡോയ്ക്കകത്ത് കണ്ടിട്ടുള്ള ക്യാരക്ടറാണ്. അതുപോലെ തന്നെ റെഡ് ഗാർഡിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ഇതിന് മുന്നേ ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നട്ടാഷ റോമനോഫ് എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഭയങ്കരധികം കണക്റ്റഡ് ആയിട്ട് നിന്നൊരു ക്യാരക്ടറായിരുന്നു എലേന. ഇവരുടെ ആ ഒരു കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൂടെ കണ്ടിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിനകത്തൂടെ കണ്ടിട്ടുള്ളൊരു ക്യാപ്റ്റൻ അമേരിക്ക 2.0 അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ നെക്സ്റ്റ് പിൻഗാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ അവർ വീണ്ടും ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബക്കിയെയും ആ ഒരു സീരീസിനകത്തുനിന്ന് ബക്കിയെയും തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിനകത്തുള്ള ആ ഒരു ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതായത് ഒരു വില്ലത്തി മോഡിലൊരു ക്യാരക്ടർ വന്നിരുന്നു, ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരാണുള്ളത്. പോരാത്തിന് ടാസ്ക് മാസ്റ്ററിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരെ കൊണ്ടുവന്ന് പടം തുടങ്ങി ഒരു സൂയിസൈഡ് സ്ക്വാഡ് മോഡിലേക്കാണ് സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് പോകുന്നതെന്ന് തോന്നും. ആ ഒരു രീതിക്കൊക്കെയാണ് ഏകദേശം പടത്തിൻ്റെ ആ ഒരു തുടക്കമൊക്കെ വരുന്നത്. ആ ഒരു രീതിക്കാണ്. കാരണം ഒരു വില്ലൻ മോഡിലുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണല്ലോ, അവരെ ചേർത്തുകൊണ്ടുള്ളൊരു ടീമാണല്ലോ. അപ്പം സിനിമ തുടങ്ങുന്നത് ഇവരെല്ലാവരും കൂടെ വന്ന് ഒത്തുകൂടുന്ന ഒരു സിറ്റുവേഷൻ, പിന്നെ അവർക്കൊരു കാര്യം, ഒരു ഭയങ്കര വലിയ കാര്യം മനസ്സിലാവുന്നു, പിന്നെ നടക്കുന്ന ഒരു വലിയ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമ എടുത്ത് കാണിക്കുന്നത്. ഒരു അവഞ്ചർ ലെവൽ ത്രെട്ടൊക്കെ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ബോബ് അല്ലെങ്കിൽ സെൻട്രി. സെൻട്രിയുടെ ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് ഏകദേശം നിങ്ങൾ ആ ഒരു ട്രെയിലറിനകത്തുള്ള ചില സീക്വൻസസിലൂടെയൊക്കെ കണ്ടു കാണും. അപ്പം ആ ഒരു ക്യാരക്ടറിനെ വളരെ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി മാർവലിൻ്റെ സൈഡിൽ നിന്ന് അവർ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ന്യൂ ക്യാരക്ടറായിട്ടാണ് എനിക്ക് സെൻട്രിയെ തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫ്യൂച്ചർ ഫിലിംസിലൊക്കെ ചിലപ്പം അത്രയും റെലവൻസ് കാണും. അപ്പോൾ ആളെ ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ
പടം മൊത്തത്തിൽ മൂഞ്ചാനുള്ള ചാൻസ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിൻ്റെ പാസ്റ്റും കാര്യങ്ങളും ആ ഒരു സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒറിജിൻ എങ്ങനെയായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളെയും വളരെ പ്രോപ്പറായിട്ട് കാണിച്ചുകൊണ്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. ആൻഡ് ആ ഒരു ക്യാരക്ടറോട് മാത്രമല്ല കേട്ടോ, പല ക്യാരക്ടേഴ്സിനോട്, ഇപ്പോൾ യെലേനയുടെ ക്യാരക്ടർ ആണെങ്കിൽ തന്നെ വളരെ ഗംഭീരമായിട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്കൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് യെലേനയുടെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ നറ്റാഷ റോമനോഫ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കണക്ഷനും അവരുടെ ആ ഒരു പാസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിക്ക്, അതായത് യെലേനയുടെ പാസ്റ്റ് കുറച്ചും കൂടെ ഗംഭീരമാക്കത്തക്ക രീതിക്ക് പല കാര്യങ്ങളെയും കാണിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഇമോഷണലി ഭയങ്കരധികം കണക്ഷൻ തോന്നും. ഈ ഒരു സംഭവമാണ് പല മാർവൽ സിനിമകളും കണ്ടുപിടിക്കേണ്ടത്. കാരണം ഈ വോക്ക്നെസ് എന്ന് പറയുന്ന സാധനം പല സിനിമയ്ക്കകത്തും കുത്തിക്കയറ്റി ചുമ്മാ, അതായത് ഒരു നല്ല സിനിമയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സിനിമയ്ക്കകത്തും വോക്ക്നെസ് കൊണ്ട് കുത്തിക്കയറ്റി നശിപ്പിക്കാറുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർവൽസ് റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള 3 ഫീമെയിൽ ലീഡ്സിനെ വെച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കകത്തെ പല ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഭയങ്കര ശോകമായിട്ട്, അതായത് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഇല്ലാണ്ട് ഉണ്ടാക്കി വെച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയൊക്കെ ഉണ്ടാക്കിയവന്മാർ കണ്ടുപഠിക്കേണ്ട ഒരു ക്യാരക്ടർ ആർക്കാണ് സത്യം പറഞ്ഞ ഈ ഒരു ഫ്ലോറൻസ് പ്യൂജിൻ്റെ യെലേന. കാരണം എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഒരു ഇമോഷണലി കണക്ഷൻ തോന്നുന്നത്, ആ ക്യാരക്ടർ കടന്നു പോകുന്ന പല സാഹചര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് പോകുമ്പോൾ നമുക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ട്. അല്ലാണ്ട് എന്തെങ്കിലും കുറേ കോമഡിയും കുറേ ക്രിഞ്ച് സീൻസും കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനോട് ഒന്നും തോന്നത്തില്ല എന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് അറിയാം. പല ആൾക്കാരും കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. അതുപോലത്തെ ഒരു മണ്ടത്തരം പ്രീവിയസ്ലി ഇറങ്ങിയിട്ടുള്ള വോക്ക്നെസ്സിനകത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ടത്തരങ്ങൾ ഈ ഒരു സിനിമ കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ 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 നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ബക്കിയുടെ ക്യാരക്ടറിനാണെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പോയിട്ട് ആ ഒരു ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം വരാൻ പോകുന്ന നെക്സ്റ്റ് ഫേസ്, ആ ഒരു ഫേസ് 5 ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടൊക്കെ വെക്കുമ്പോഴത്തേനും നമുക്ക് അത്രയധികം കണക്ഷൻ തോന്നണം. അപ്പം അതിനുവേണ്ടി ആ ഒരു ടീമിനകത്തോട്ട് പ്രോപ്പറായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ച് വളരെ ഗംഭീരമായിട്ട് ബക്കിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡ് ഗാർഡിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോസ്റ്റിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക 2.0 അങ്ങനെയുള്ള പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ആ ഒരു ക്യാരക്ടറിനൊക്കെ വളരെ ഗംഭീരമായിട്ട്, അതായത് ആ ഒരു ക്യാരക്ടറിന് ഒരു പ്രോപ്പറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ആ ഒരു ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ എന്ന് പറയുന്ന സീരീസിനകത്ത് ആ ഒരു ക്യാരക്ടറിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. അപ്പം അവരുടെയൊക്കെ ആ ഒരു ഇംപെർഫെക്ഷൻസിനെ എങ്ങനെയാണ് ഇവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നൊക്കെ വളരെ നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയുടെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഫാക്ടറാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. കാരണം ഈ ഒരു സിനിമ തുടങ്ങി ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ തന്നെ നമ്മൾ കരുതും, ഓക്കെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കും തീരാൻ പോകുന്നത്. ഞങ്ങൾ ഇതുപോലത്തെ കുറേ ടെംപ്ലേറ്റ് ഐറ്റംസ് കണ്ടതാടാ മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഇവരൊരു സംഭവം കൊണ്ടുവച്ചിട്ട് ക്ലൈമാക്സ് പോർഷൻസ് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് ഇവർ കൊണ്ടുപോകും. അതായത് ഈ ഒരു സിനിമ പല ക്യാരക്ടേഴ്സിൻ്റെയും ഒരു മെൻ്റലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് തുടക്കത്തിൽ തന്നെ നമുക്ക് പലയിടങ്ങളിലും മനസ്സിലാവും. അപ്പോൾ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേനും ഇവർ ഒരു നോർമൽ ആക്ഷൻ സീക്വൻസസ് ഒക്കെ വെച്ച് അങ്ങനെ ഇങ്ങ് പോയിരുന്നെങ്കിൽ, അതായത് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന രീതിക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ മുൻപ് പറഞ്ഞ പോലെ ഇതൊരു മാർവലിൻ്റെ A24 മൂവിയാണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സംഭവം നടക്കുന്നത്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ചില സീക്വൻസസ് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ആ ഒരു രീതിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോയിട്ട് ഇപ്പം പല ക്യാരക്ടേഴ്സിനെയും ആ ഒരു രീതിക്ക് കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ കൊള്ളാം, ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു രീതിക്ക് പടം പോയി അവസാനിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ചെന്ന് പെടാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ, പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെ കൺവിൻസിംഗ് ആയിട്ടും വളരെ ഗംഭീരമായിട്ട് ആ ഒരു ക്ലൈമാക്സ് സീക്വൻസസ് തോന്നി. അതിനെ വളരെ നൈസായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ചില സിനിമയുടെ ക്ലൈമാക്സിനകത്തൊക്കെ കാണിക്കുന്ന പോലെ ഭയങ്കര റേജ്ഡ് ആയിട്ട് പോകുന്നൊരു ക്യാരക്ടറിനെ എടുത്ത് എന്നടാ മോനെ നീ ചെയ്യുന്നത് കൊടും മഹാപാപമാണ്, നീ ഇങ്ങനൊന്നും ചെയ്യരുത്, നിനക്ക് നിൻ്റെ മോനെ ഓർമ്മ വരണം, മോളെ ഓർമ്മ വരണം, അപ്പം നീ ഇതൊക്കെ ചെയ്യുന്നത് നിർത്തും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒട്ടനെ കൊട്ടും ക്രൂരനായിട്ട് നിന്ന ക്യാരക്ടർ പതുങ്ങി ഓക്കെ ആയിരുന്നില്ല എന്നും പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പരിപാടി, അല്ലെങ്കിൽ നിർത്തിപ്പോകുന്നൊരു പരിപാടിയല്ല ഇവിടെ. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആർക്സ് ഇങ്ങനെയാണ്, അപ്പം അവർ മാറിയ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, അവരിങ്ങനെയൊക്കെയാണ് ആയി തീർന്നതിൻ്റെ ഓരോരോ കാരണങ്ങൾ, അതായത് അവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെയും കാണിച്ച് ക്ലൈമാക്സ് കൊണ്ട് കണക്ട് ചെയ്യുന്ന പോയിന്റിൽ അതിനെയൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് തീർക്കുന്നു, അങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നു, അതിനെയൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ട് എൻഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, ഇങ്ങനെയായിരുന്നു ഈ പരിപാടി ചെയ്യേണ്ടത്, നമുക്കൊരു കണക്ഷനും കിട്ടും, എല്ലാ സംഭവം കിട്ടും. ആൻഡ് ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അനദർ മേജർ സംഭവമാണ്. സിനിമയ്ക്കകത്തൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. എന്താണെന്നോ സംഭവമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമ കണ്ട് 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യം ജസ്റ്റ് ടൈറ്റിലും പരിപാടിയൊക്കെ കാണിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മേജർ ഫുൾ ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അതിനകത്ത് ഒരു 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 സംഭവമുണ്ട്, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും തിയേറ്റർ വിട്ട് ഓക്കെ പടം തീർന്നെന്നും പറഞ്ഞിറങ്ങി പോകരുത് കേട്ടല്ലോ.
അത് പ്രത്യേകം പറയുന്നു. സോ മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു നെക്സ്റ്റ് പ്രധാനപ്പെട്ട മൂവി ഫേസ് 4 ലാസ്റ്റ് മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഫേസ് 5 ആണ് തുടങ്ങാൻ പോകുന്നത്. ഭയങ്കര ഗംഭീരമാണ്, തരമാണ് സംഭവങ്ങളെ ഇനിതാ പാക്കപ്പോറെ. അപ്പം അതിന് മുന്നേ കൊണ്ടൊരു കലാശക്കൊട്ട് അത് നൈസായിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും ഫേസ് 5ൻ്റെ അവസ്ഥയെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫേസ് 4 കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞു വെച്ച ഒരു നല്ല ഗംഭീരമായിട്ടുള്ള സംഭവമാണ് തണ്ടർ ബോൾസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഗ്രൂപ്പ്. അതായത് എനിക്കൊന്ന് ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി കണ്ടതിന് ശേഷം ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗംഭീര സിനിമ, എത്രയും ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്ത് പോകുന്നൊരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്ത് വരാൻ പോകുന്ന സിനിമയ്ക്കകത്താണെങ്കിൽ ഇനി ഈ ഒരു ക്യാരക്ടേഴ്സിനെ ഇവർ ഒരാളെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രീവിയസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫേസ് 4 ഏതെങ്കിലും ഒരു സിനിമ കണ്ടു പോകുമ്പോഴത്തേനും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള മെയിൻ മാർവൽ മൂവീസിലെ ഏതെങ്കിലും, അതായത് OG അവഞ്ചേഴ്സിലെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഗംഭീര ഫീലിംഗ്, ആണ്ട് അങ്ങനെയെന്ന് നമുക്ക് തോന്നത്തക്ക രീതിക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഒരു ഫീലിങ്ങിന് ഈ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സിനിമ കാണുന്ന സമയത്ത്, അതായത് ഫേസ് 5 ഏതെങ്കിലും സിനിമയ്ക്ക് അതൊക്കെ കാണുന്ന ഒരു കമിയോ റോളിലാണെങ്കിൽ പോലും കാണുന്ന സമയത്ത് നമുക്ക് കിട്ടും, നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അത് കൺഫേം ആണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിക്കുള്ളൊരു സിനിമയാണിത്. ഒരു രക്ഷയില്ല. ഫ്ലോറൻസ് പ്യൂജ് ഒരു രക്ഷയില്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ, അതായത് ഹെലേന എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടറിനെ നല്ല പോലെ അവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. സോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് കാണുക.